ബഹിരാകാശത്തിന്റെ വിശാലതയിൽ പൊടിയും വാതകവും പതുക്കെ ഒത്തുചേരുന്നതായി സങ്കൽപ്പിക്കുക. ഇത് നമ്മുടെ സ്വന്തം ഗ്രഹമായ ഭൂമിയുടെ ജനനമാണ്. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടിയിടികളുടെയും ലയനങ്ങളുടെയും ഒരു കോസ്മിക് നൃത്തം നമ്മുടെ പ്രിയപ്പെട്ട നീലഗ്രഹത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായി. നവജാത ഭൂമി രൂപം കൊള്ളാൻ തുടങ്ങിയപ്പോൾ തീവ്രമായ ചൂടും മർദ്ദവും അതിന്റെ കാമ്പ് രൂപപ്പെടുത്തി ഇന്നും നമ്മുടെ ഗ്രഹത്തിന് ഇന്ധനം പകരുന്ന ഒരു ഉരുകിയ കേന്ദ്രം സൃഷ്ടിച്ചു. ഉപരിതലം തണുത്തു, ഒരു ഖരപ്പുറംതോട് രൂപപ്പെടുകയും അത് അവിശ്വസനീയമായ ജീവിത നാടകത്തിന്റെ വേദിയായി മാറുകയും ചെയ്തു. എന്നാൽ ഭൂമിയുടെ കഥ അത്ര ലളിതമല്ല. അതിന്റെ ഉപരിതലത്തെ രൂപപ്പെടുത്തിയ ചിഹ്നഗ്രഹ ആഘാതങ്ങൾ മുതൽ അതിന്റെ ഭൂപ്രകൃതിയെ പുനർരൂപകൽപ്പന ചെയ്ത അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വരെയുള്ള വിനാശകരമായ സംഭവങ്ങളെ ഇത് നേരിട്ടിട്ടുണ്ട്. എന്നിട്ടും അതിലുടനീളം ജീവിതം അഭിവൃദ്ധിപ്പെടാനും പരിണമിക്കാനും ഒരു വഴി കണ്ടെത്തി. ഏകകോശ ജീവികൾ മുതൽ ഇന്ന് നാം കാണുന്ന വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ വരെ. നമ്മുടെ ഗ്രഹത്തിന്റെ അന്തരീക്ഷം വാതകങ്ങളുടെ അതിലോലമായ സന്തുലിതാവസ്ഥ ജീവൻ തഴച്ചുവരാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ നൽകി. ആദ്യകാല ഫോട്ടോസിന്തറ്റിക് ജീവികൾ ഉൽപ്പാദിപ്പിച്ച ഓക്സിജൻ അന്തരീക്ഷത്തെ പരിവർത്തനം ചെയ്യുകയും സങ്കീർണമായ ജീവജാലങ്ങൾ ഉയർന്നുവരാൻ വഴിയൊരുക്കുകയും ചെയ്തു. ജീവൻ നിറഞ്ഞ സമുദ്രങ്ങൾ ഭൂമിയുടെ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ചു. അവ ആദ്യകാല ജീവജാലങ്ങളുടെ തൊട്ടിലായി പ്രവർത്തിക്കുകയും ഇന്ന് നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് തുടരുകയും ചെയ്യുന്നു. ഏറ്റവും ചെറിയ സൂക്ഷ്മാണുക്കൾ മുതൽ ഏറ്റവും വലിയ തിമിംഗലങ്ങൾ വരെയുള്ള ഭൂമിയിലെ പരസ്പരബന്ധിതമായ ജീവജാലം ഗ്രഹത്തിന്റെ പ്രതിരോധശേഷിയുടെയും പൊരുത്തപ്പെടുത്തലിന്റെയും തെളിവാണ്. നക്ഷത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ നാം എല്ലാവരും നമ്മുടെ ഗ്രഹത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഈ പുരാതന കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് ഓർമ്മിക്കാം. ഭൂമി ബഹിരാകാശത്തിലൂടെ ഒഴുകുന്ന ഒരു പാറ മാത്രമല്ല, കോടിക്കണക്കിന് വർഷങ്ങളായി ജീവൻ പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ജീവനുള്ളതും ശ്വസിക്കുന്നതുമായ ഒരു സത്തയാണിത്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ രാത്രിയിലേക്ക് നോക്കുമ്പോൾ ബഹിരാകാശത്തിന്റെ വിശാലതയിൽ പൊടിയും വാതകവും പതുക്കെ ഒത്തുചേരുന്നതായി സങ്കൽപ്പിക്കുക. കൂടുതൽ ആകർഷകമായ ചർച്ചകൾക്കായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഞങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തിരിച്ചെത്തും.